നമസ്കാരം. പാലക്കാടൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്നുള്ളത് ഒരു തരത്തിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പറഞ്ഞു വരുന്ന സിസ്റ്റം അനുസരിച്ച് ഇതൊരു അന്ധവിശ്വാസമായിരിക്കാം, അല്ലെങ്കിൽ മിത്തായിരിക്കാം, അല്ലെങ്കിൽ കെട്ടുകഥയായിരിക്കാം, അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കലായിരിക്കാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് മറ്റൊന്നുമല്ല, ടോപ്പിക് എന്നുള്ളത് ബ്രഹ്മരക്ഷസ്. നമ്മൾ ഇപ്പോൾ അധികം കേട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പം അങ്ങനെ അധികം ബ്രഹ്മരക്ഷസിനെ കുറിച്ച് അധികം കേൾക്കാറുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. എങ്കിലും പലരും ഒരു ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഒരുപക്ഷെ കേട്ടിരിക്കുന്ന ഒരു വാചകമാണ് ഈ ബ്രഹ്മരക്ഷസിൻ്റെ ശല്യം, ബ്രഹ്മരക്ഷസിൻ്റെ ബാധ, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവാം. പിന്നെ അതല്ലാതെ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ബ്രഹ്മരക്ഷസ് എന്നുള്ളത്. ക്ഷേത്രത്തിനകത്ത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ബിംബമായിട്ട്, ബിംബം എന്നുള്ളത് പറയാൻ പറ്റില്ലെങ്കിലും ഒരു ലിംഗത്തിൻ്റെ ഒരു ആകൃതിയിൽ അതിലുണ്ടാവും ബ്രഹ്മരക്ഷസ് എന്നുള്ള സംഭവം. അപ്പോൾ ഇത് അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമല്ല. ഇത് ഞാൻ കുറേ ആയിട്ട് ആലോചിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു വിഷയം എന്നുള്ളത്. കാരണം ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ബ്രഹ്മരക്ഷസുമായി ബന്ധപ്പെട്ടുള്ള സംഭവം. ഇന്ന് രാവിലെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടാണ് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷയം എന്നുള്ളത് ബ്രഹ്മരക്ഷസ്. പത്ത് 35 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വളരെ സഹജമായിട്ട് കേട്ടിരുന്ന പ്രേതകഥകൾ, യക്ഷിക്കഥകൾ, ഗന്ധർവകഥകൾ, അതിൻ്റെ കൂടെ തന്നെ കേട്ടിരുന്ന ഒരു കഥകൾ കൂടി തന്നെയാണ് ബ്രഹ്മരക്ഷസ് എന്നുള്ളത്. കാരണം 10-35 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ സാഹചര്യമായിരുന്നില്ല കേരളത്തിലുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും പാലക്കാട് എന്ന് പറയുന്ന സ്ഥലങ്ങൾ ധാരാളം നാട്ടിൻപുറങ്ങൾ സമൃദ്ധമായിരുന്ന ഒരു ജില്ലയായിരുന്നു പാലക്കാട് എന്നുള്ളത്. പലയിടത്തും വൈദ്യുതി പോലും ഇല്ലായിരുന്നു. ഫുൾ നെൽപ്പാടങ്ങളും കൃഷി തന്നെ മുഖ്യ ഇതെന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ഉള്ളത് കൃഷി തന്നെയായിരുന്നു. അപ്പോൾ ഫുള്ള് ഇരുട്ട്. ഒരു 7 മണിക്കൊക്കെ ശേഷം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റില്ല. ആ സമയത്ത് എൻ്റെ കുട്ടിക്കാലത്ത് എല്ലാം പറയുന്നത് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, മണപ്പള്ളി ഭഗവതി ക്ഷേത്രം എന്നുള്ളത്. ആ ക്ഷേത്രത്തിൽ ഇതുപോലെ ബ്രഹ്മരക്ഷസ് ഉണ്ട്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് സഹജമായിട്ട് കേട്ടിരുന്ന പ്രേതകഥകൾ, യക്ഷിക്കഥകൾ എല്ലാം കേട്ടിരുന്നത് കൊണ്ട് അതേ കാറ്റഗറി തന്നെ പെടുത്തിയ ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ ബ്രഹ്മരക്ഷസ് എന്നുള്ളത്. കാരണം എനിക്കങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മരക്ഷസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേതം അല്ലെങ്കിൽ യക്ഷി ആ കാറ്റഗറി ഞാൻ പെടുത്തിയിട്ടുണ്ടായിരുന്നത് 2004 വരയ്ക്ക്. പ്രേതം, യക്ഷി അതുമാത്രമല്ല, ബ്രാഹ്മണൻ മരിച്ചു കഴിഞ്ഞാൽ അവർ ബ്രഹ്മരക്ഷസ് ആവുമെന്നാണ് 2004 വരയ്ക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2004 ഞാൻ എൻ്റെ സ്പിരിച്വാലിറ്റിയിലിട്ട് ആത്മീയതയോട് ഒഫീഷ്യലി പ്രവേശിച്ച ആ വർഷം 2004 ആ വർഷം എനിക്ക് വലിയൊരു തിരിച്ചറിവാണ് ഉണ്ടായത്. കാരണം ഞാൻ കണ്ടതും കേട്ടതും മാത്രമല്ല ശരി, ഞാനറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് കാണാൻ പറ്റാത്ത, എനിക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടെന്നുള്ള ഏറ്റവും വലിയൊരു തിരിച്ചറിവാണ് എനിക്ക് ആ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിനുശേഷം 2007-2008 കാലഘട്ടത്തിൽ ആ സമയത്ത് ഞാൻ വീണ്ടും ഒരു തിരിച്ചറിവിലോട്ടെത്തി. ബ്രാഹ്മണൻ മരിക്കുന്നതല്ല ബ്രഹ്മരക്ഷസ് എന്നുള്ളത്. ഒരു ഉപാസകൻ, ഒരു സാധകൻ അവരുടെ ഉപാസന പൂർത്തിയാക്കാതെ, പൂർണ്ണമാവാതെ മരിക്കുകയാണെങ്കിൽ അവർ ബ്രഹ്മരക്ഷസ് ആവും എന്നാണ് ഞാൻ ആ സമയത്ത്, എൻ്റെ ധാരണയുണ്ട്, ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ച പലർക്കും കിട്ടിയിട്ടുള്ള ഒരു ഉത്തരം, സാധനം പൂർണ്ണമാവാതെ മരിക്കുക. അങ്ങനെയാണ് ഞാൻ ചോദിച്ചപ്പോൾ പലരുടെ നിന്നും കിട്ടിയിട്ടുള്ള ഒരു മറുപടി അത് തന്നെയായിരുന്നു ആ സമയത്ത്. ഇപ്പോഴത്തെ ഇത് പ്രകാരം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. ഒരു വ്യക്തി ആത്മീയതയുടെ ഉയർന്ന തലത്തിൽ നിൽക്കുകയെന്ന് കരുതുക. ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറയുന്ന ആ സമയത്ത് ആ തലത്തിൽ നിൽക്കുന്ന ഒരാൾ മരിച്ചിട്ട് അവർക്ക് ഇവിടെ നിന്ന് വിട്ട് പോകാൻ
താല്പര്യമില്ലാതെ ഇരിക്കുകയും ഇവിടെയുള്ള ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കണം എന്നെല്ലാം തോന്നുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ബ്രഹ്മരക്ഷസായി മാറുക എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമുള്ളത്. കാരണം ഇപ്പോൾ നമ്മുടെ പ്രദേശത്തെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെ, നമ്മുടെ കുടുംബത്തെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും. എല്ലാ കാലത്തും ഒരു പ്രധാനമായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും എപ്പോഴും. ആ വ്യക്തി തൻ്റെ കുടുംബത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനായിട്ട്, സംരക്ഷിക്കുന്നതിനായിട്ട് മരിച്ചതിന് ശേഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നല്ല ഉയർന്ന ഉപാസന സാധനപരമായിട്ട് ഉയർന്നിട്ടുള്ള ആത്മജ്ഞാനത്തിൽ ഉയർന്നൊരു ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പൊതുവെ ബ്രഹ്മരക്ഷസ് എന്നാണ് വിളിക്കുക. ഇത് നമ്മുടെ കേരളത്തിൽ പൊതുവെ പഴയ തറവാടുകളിലൊക്കെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഈ കുടുംബക്ഷേത്രം, കുടുംബദേവത, പരദേവത എന്നൊക്കെ ഉള്ളതിൽ അതിൻ്റെ കൂടെ തന്നെ ഈ ദേവതകളുടെ കൂടെ തന്നെ ഒരു സങ്കല്പമുണ്ട്. ഒരു ഗുരുസങ്കല്പം അല്ലെങ്കിൽ മുത്തപ്പൻ, അങ്ങനെ മുനീശ്വരൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സങ്കല്പമുണ്ട്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബ്രഹ്മരക്ഷസ് എന്നുള്ളത്. അത് ക്ഷേത്രങ്ങളിലോട്ട് പോകുന്ന സമയത്ത് അത് ബ്രഹ്മരക്ഷസാവും, കുടുംബത്തിലുള്ള സമയത്ത് അത് ഗുരുസങ്കല്പം ആയിട്ട് സങ്കല്പിക്കുകയാണ് ചെയ്യുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രഹ്മരക്ഷസ് എന്നുള്ളത് ഒരിക്കലും ഒരു വികൃതമായിട്ടുള്ള ഒരു ഇതോ അല്ലെങ്കിൽ പിശാചിൻ്റെ പ്രേതത്തിൻ്റെ ഗണത്തിൽ പെടുത്തേണ്ട ഒന്നല്ല. സാധാരണപരമായി ഏറ്റവും ഉയർന്ന ഒരു സംവാദം, ദേവതയോട് തുല്യത കൽപ്പിക്കാവുന്ന ഒരു അവസ്ഥ തന്നെ ബ്രഹ്മരക്ഷസിനുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠിക്കുന്നത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതുമാത്രമല്ല, ബ്രഹ്മരക്ഷത്തിന് നമ്മൾ നിവേദ്യം കൊടുക്കുന്നതാവട്ടെ പാൽപ്പായസം, പൂജിക്കുന്ന മന്ത്രമാവട്ടെ അഷ്ടാക്ഷരം കൊണ്ടാണ് പൂജിക്കുന്നത്. അതായത് മഹാവിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ കൊണ്ടാണ് പൂജിക്കുന്നത്. അപ്പോൾ അത്രയും ഉയർന്ന പ്രേതത്തിനാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ പൂജിക്കാൻ സാധിക്കില്ല. മഹാവിഷ്ണുവിൻ്റെ മന്ത്രം കൊണ്ട് പ്രേതത്തിന് പൂജിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടില്ല. മാത്രമല്ല പാൽപ്പായസം. അപ്പോൾ തീർത്തും സാത്വികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ബ്രഹ്മരക്ഷസ് എന്നുള്ളത്. സാധനയിലെ ഏറ്റവും ഉയർന്ന തലമാണ്, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനി അല്ലെങ്കിൽ ആത്മീയ തത്വം അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ബ്രഹ്മരക്ഷസ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്നുള്ളത്. പിന്നെ ഇപ്പോഴും അത് ഈ പ്രേതത്തിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇക്ഷയുടെ കൂട്ടത്തിൽ പെടുത്തുന്ന ധാരാളം ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂലിട്ടവർ, അതും പ്രത്യേക ജാതിയുള്ള അവർ മരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മരക്ഷസായിട്ട് മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നും രാവിലെ ഞാൻ ഇതുമായിട്ട് ഒരു ഡിബേറ്റ് ചെയ്യേണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് വിചാരിക്കും. ഇതൊരിക്കലും ഒരു ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അവസ്ഥ അങ്ങനെ ഒന്നുമല്ല ഈ ബ്രഹ്മരക്ഷസ് എന്നുള്ളത്. ആത്മീയമായിട്ട് ഉയർന്നു പോകുന്ന ആളുകൾ, ആത്മജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലോട്ട് എത്തുന്ന ആരും, ഈ ഭൂമി വിട്ട് പോകാൻ താല്പര്യമില്ലാത്തവർ, ലൗകികമായിട്ട് തന്നെ നിലനിന്ന് പോകാൻ ആഗ്രഹിക്കുന്നവർ, മരിച്ചതിന് ശേഷം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ബ്രഹ്മരക്ഷസായി വരിക എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇത് ഒരു അവസാന വാക്കോ അങ്ങനെ ഒന്നുമല്ല. ഇതൊരു പക്ഷേ തെറ്റായിരിക്കാം, എങ്കിലും ഞാൻ ഈ ഒരു ഇതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, തള്ളേണ്ടവർക്ക് തള്ളാം, കൊള്ളേണ്ടവർക്ക് കൊള്ളാം. വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതിലേക്ക് നിങ്ങളുടെ സ്വന്തം മണിതട്ടൻ, ഒരു സാധാരണ പാലക്കാടുകാരൻ.